कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं विपदा भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद्भागवतम तृतीय स्कंदम अध्याയം 29 ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം. ശ്ലോകം 3 മുതൽ 7 വരെ വായിക്കാം. വിരാഗോ യേന പുരുഷോ ഭഗവൻ സർവതോ ഭവേദ് ആചച്ഛ്വാ ജീവലോകസ്യ വിവിധാ മമ സംസൃതി. കാലസ്യേശ്വരരൂപസ്യ പരേഷാം ച പരസ്യ തേ സ്വരൂപം വദ കുർവന്തി യദ്ധേതോ കുശലം ജനാഃ. ലോകസ്യ മിഥ്യാഭിമതേരചക്ഷുഷാ ചിരം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനു വിദ്ധയാ ധിയാ ത്വമാവിരാസീ കില യോഗഭാസ്കര. മൈത്രേയ ഉവാച ഇതി മാതുർവചാ ശ്ലഷ്ണം പ്രതിനന്ദ്യ മഹാമുനിഃ ആബഭാഷേ കുരുശ്രേഷ്ഠ പ്രീതസ്താം കരുണാദ്ധിതാ. ശ്രീഭഗവാനുവാച ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർഭാമിനി ഭാവ്യത്തെ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യത്തെ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. തുളസി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദേ പാശ്ചാത്യദേശധാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാധാമൃതാദ്രവ സംയുതം വിപദ ഭാഗവതം രസമാലയം മുഹുരഹോ രസിഹാ ഭൂഗാവുഗാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭഗവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3-2 അധ്യായം 29 ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം. ഹരേ കൃഷ്ണ. ശ്ലോകം 3. വിരാഗോ യേന പുരുഷോ ഭഗവൻ സർവതോ ഭവേത് ആചക്ഷ്വാ ജീവലോകസ്യ വിവിധാ മമ സംസൃതിഃ.
ദേവഹൂതി തുടർന്നു. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, തുടർച്ചയായുള്ള ജനന മരണ പ്രക്രിയകളെക്കുറിച്ച് എനിക്ക് വേണ്ടിയും പൊതുവെ ജനങ്ങൾക്ക് വേണ്ടിയും ദയവായി വിശദമായി വിവരിച്ചു തന്നാലും. എന്തുകൊണ്ടെന്നാൽ അത്തരം ആപത്തുകളെക്കുറിച്ച് ശ്രമിക്കുന്നതിലൂടെ ഈ ഭൗതിക ലോകത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിരക്തരാകാൻ കഴിഞ്ഞേക്കും. ശ്ലോകം 4. കാലസ്യേശ്വരൂപസ്യ പരേഷാം ച പരസ്യ തേ സ്വരൂപം വദ കുർവന്തി യദ്ധേതോ കുശലം ജനാഃ. ആരുടെ സ്വാധീനത്തിലാണോ ജനങ്ങൾ പൊതുവെ ധാർമ്മിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും അങ്ങയുടെ രൂപത്തിന്റെ ഒരു പ്രാതിനിധ്യവുമായ ശാശ്വതമായ കാലത്തെ പറ്റിയും ദയവായി വിശദീകരിക്കണം. ശ്ലോകം 5. ലോകസ്യ മിഥ്യാഭിമതേരചക്ഷുഷാ ചിരം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനു വിദ്ധയാ ധിയാ ത്വമാവിരാസി കില യോഗഭാസ്കരഃ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ജീവസത്തകളുടെ ബദ്ധജീവിതത്തിന്റെ അന്ധകാരത്തെ പ്രകാശമാനമാക്കുന്നതിനാൽ അങ്ങ് സൂര്യനെ പോലെയാകുന്നു. ആരുടെ അജ്ഞാനത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടാത്തതിനാൽ അവരുടെ ജ്ഞാനത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടാത്തതിനാൽ അങ്ങയുടെ ആശ്രയമില്ലാതെ ആ അന്ധകാരത്തിൽ നിത്യമായി ഉറങ്ങുന്ന അവരുടെ ഭൗതിക പ്രവർത്തനങ്ങളിലും പ്രതിപ്രവർത്തനങ്ങളിലും തെറ്റായി മുഴുകി തളർച്ച ബാധിച്ച് അവശരായി കാണപ്പെടുന്നു. ശ്ലോകം 6. മൈത്രേയ ഉവാച ഇതി മാതുർവചശ്ലേഷ്ണം പ്രതിനന്ധ്യാ മഹാമുനിഃ ആഭഭാഷേ കുരു ശ്രേഷ്ഠ പ്രീതസ്താം കരുണാതിഥഃ. ശ്രീ മൈത്രേയൻ പറഞ്ഞു, ഓ കുരുക്കളിൽ ശ്രേഷ്ഠനായവനെ, മഹാമുനി കപിലൻ വലിയ ദീനാനുകമ്പയോടെ ചലിക്കുകയും മഹത്വമുള്ള തന്റെ മാതാവിന്റെ വാക്കുകളിൽ സന്തുഷ്ടനായി താഴെ പറയും പോലെ സംസാരിക്കുകയും ചെയ്തു. ശ്രീ ഭഗവാനുവാച ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർഭാമിനി ഭാവ്യതേ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിവിധ്യതേ. ദിവ്യോത്തമ പുരുഷനായ കപില ഭഗവാൻ മറുപടി പറഞ്ഞു, കുലീനയായ വനിതെ, നിർവഹിക്കുന്നതിന്റെ യോഗ്യതകൾക്കനുസരിച്ച് ഭക്തിയുടെ സേവന പാതകൾ അനേകങ്ങളുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു തുളസി മാതാജി. ഹരേ കൃഷ്ണ. ദേവഹൂതി ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു ജീവാത്മാവിന് മുക്തി നേടാൻ സാധിക്കുന്നത്? അതിനും മറുപടിയായിട്ട് കപില ഭഗവാൻ പറഞ്ഞത് തീവ്രമായിട്ടുള്ള ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്. തീവ്രമായിട്ടുള്ള ഭക്തിയിലൂടെ ഒരു ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ എല്ലാവർക്കും ഒറ്റയടിക്ക് ശുദ്ധമായിട്ടുള്ള ഭക്തിയിലേക്ക് വരാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഭഗവാൻ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ധ്യാനയോഗം, ഭക്തി മിശ്ര ധ്യാനയോഗം വിവരിച്ചു കൊടുത്തു. ഭഗവാനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് ഭഗവാൻ വിശദമായിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ വിശദീകരിച്ചു പറഞ്ഞു. ആ ഭഗവത് ധ്യാനത്തിലൂടെ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ നിന്ന് രക്ഷ നേടി ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. അങ്ങനെ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭക്തിയുടെ വിവിധ നിലവാരങ്ങളെക്കുറിച്ച് ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ദേവഹൂതി ആ ഭക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ശ്ലോകങ്ങളിൽ ദേവഹൂതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ സാഖ്യയോഗ തത്വത്തെക്കുറിച്ച് വിശദമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു. ഇനി ഭക്തിയോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്, അതിന്റെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ദേവഹൂതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അധ്യായത്തിൽ ഭഗവാൻ ഭക്തിയോഗത്തിന്റെ വിവിധ നിലവാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ശുദ്ധഭക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള അംഗങ്ങളെക്കുറിച്ച് പറയുന്നു. എങ്ങനെയാണ് ആ അംഗങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ആ അംഗങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ എങ്ങനെയാണ് നമ്മൾ ശുദ്ധഭക്തിയിൽ എത്തിച്ചേരുന്നത് എന്നെല്ലാം ഭഗവാൻ വിവരിക്കുന്നുണ്ട്.
മാത്രമല്ല ഇവിടെ ദേവഹൂതി ചോദിക്കുന്നുണ്ട്, സംസൃതി, ഒരു ജീവൻ എങ്ങനെയാണ് ജനന മരണചക്രത്തിൽ ചുറ്റിത്തിരിയുന്നത്, അതിന്റെ ഒരു പരിണാമം എന്താണ്, ആ ജീവന്റെ പരിണാമത്തിനെ കുറിച്ചും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അതേപോലെ ദേവഹൂതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കാലത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും കാലത്തിനെ കുറിച്ചും ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ 5-ാമത്തെ ശ്ലോകം വരെ ദേവഹൂതിയുടെ ചോദ്യങ്ങളാണ്. 7-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ അതിന് മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. 3-ാമത്തെ ശ്ലോകത്തിൽ ദേവഹൂതി ചോദിക്കുന്നത്, വിരാഗോയേന പുരുഷോ ഭഗവൻ സർവതോ ഭവേത് ആചക്ഷ ജീവലോകസ്യ വിവിധ മമ സംസൃതി. സംസൃതിയെ കുറിച്ചാണ് ദേവഹൂതി ചോദിക്കുന്നത്. ഒരു ജീവന്റെ സംസൃതി, അതായത് ജനന മരണ ചക്രം, ദുഃഖകരമായിട്ടുള്ള ആ ജനന മരണ ചക്രത്തെ കുറിച്ച് വിവരിച്ചു തന്നാലും എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നും ദേവഹൂതി പറയുന്നുണ്ട്. വിരാഗോയന പുരുഷോ, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വൈരാഗ്യം ഉണ്ടാകും, ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും. കാരണം നമ്മൾ എത്ര ഭൗതികമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്താണ്? അടുത്ത ഒരു ശരീരം സ്വീകരിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു ഭൗതിക ശരീരം സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര കഠിനമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് ഒരിക്കലും ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഭൗതിക പ്രവർത്തനത്തിന്റെ ദുഃഖകരമായിട്ടുള്ള പരിണാമത്തിനെ കുറിച്ച് ഭഗവാൻ വിവരിക്കണം. അപ്പോൾ മാത്രമേ ജനങ്ങൾക്ക് ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ ഭക്തി മാത്രമാണ് നമ്മളെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് ചികിത്സിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ജനങ്ങളിൽ വിരക്തി ഉണ്ടാകുന്നതിന് വേണ്ടി വിരാഗോയന പുരുഷോ, സാധാരണ ജനങ്ങൾക്ക് ജന്മ മരണചക്രത്തിന്റെ ആപത്തുകളെ കുറിച്ച് വിവരിച്ച് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. ദേവഹൂതി സ്വന്തം ജ്ഞാനത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ജ്ഞാനം ലഭിക്കണം. വിരാഗോ എന പുരുഷോ, എല്ലാ ജനങ്ങൾക്കും, ഇത് കേൾക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഈ ഭൗതിക പ്രവർത്തനങ്ങളുടെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ജ്ഞാനമുണ്ടാകണം. അങ്ങനെ അവർക്ക് വൈരാഗ്യം ഉണ്ടാകണം. അതിനുവേണ്ടി ഭഗവാൻ ആ ജനന മരണ ചക്രത്തെക്കുറിച്ച്, സംസൃതി എന്ന് പറയുന്നത് ആ ജനന മരണചക്രമാണ്, അതിനെക്കുറിച്ച് അങ്ങ് വിവരിച്ചു പറഞ്ഞു തരണമെന്നാണ് ഇവിടെ ദേവഹൂതി ചോദിക്കുന്നത്. അതിന്റെ റിസൾട്ട് വൈരാഗ്യമാണ് എന്നും പറയുന്നു. അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വൈരാഗ്യം ഉണ്ടാകും, അതിനോട് ആകർഷണം ഇല്ലാതാകുമെന്ന് ദേവഹൂതി പറയുന്നു. എല്ലാവർക്കും വേണ്ടി അത് വിവരിക്കണമെന്നാണ് ദേവഹൂതിയുടെ പറയുന്നത്. പിന്നീട് 4-ാമത്തെ ശ്ലോകത്തിൽ ദേവഹൂതി ചോദിക്കുന്നത് കാലത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ചാണ്. കാരണം കാലമാണ് എല്ലാ ജീവജാലങ്ങളെയും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാവരുടെയും പ്രവർത്തനങ്ങളുടെ ഫലം ഇല്ലാതാക്കുന്നതും കാലം തന്നെയാണ്. ഒരു വ്യക്തി എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും, ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും മരണത്തോടുകൂടി ആ വ്യക്തിയുടെ പരിശ്രമത്തിന്റെ ഫലമെല്ലാം ഇല്ലാതാകും. അങ്ങനെ ഒരു വ്യക്തിയുടെ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കുന്ന വ്യക്തിയാണ് കാലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ കാലത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു കൊടുക്കണമെന്ന് ഇവിടെ ദേവഹൂതി ആവശ്യപ്പെടുകയാണ്. 5-ാമത്തെ ശ്ലോകത്തിൽ ദേവഹൂതി ഒരു ജീവാത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഭഗവാനെക്കുറിച്ച് ജ്ഞാനം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാനെക്കുറിച്ച് അറിവില്ലാതെ ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ദേവഹൂതി പറയുന്നത്. 5-ാമത്തെ ശ്ലോകത്തിൽ ലോകസ്യ മിഥ്യാഭിമതേ അചക്ഷുഷ, ലോകത്തിലെല്ലാവരും ഈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ശരീരം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. പക്ഷെ ശരീരം ഒരിക്കലും നമ്മൾക്ക് പെർമനന്റ് ആയിട്ട് നിലനിർത്താൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ ദേവഹൂതി എന്താണ് പറയുന്നത്? മിഥ്യാ അഭിമതേ, മിഥ്യയിലാണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരവരുടെ യഥാർത്ഥ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. കാരണം എന്താണ്?
അവർക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. അവർ ഇരുട്ടിലാണ്. അചക്ഷുഷ എന്ന് പറയും. മിഥ്യാ അഭിമതേ അചക്ഷുഷ. കണ്ണില്ലാത്തവർ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. തമസ്യ അനാശ്രയം. അവർ അജ്ഞാനത്തിന്റെ ഇരുട്ടിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയും. എന്താണ് അജ്ഞാനം? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ബന്ധം മറന്നുപോയതാണ് അജ്ഞാനം. നമ്മൾ ഭഗവാന് വേണ്ടി എന്ത് സേവനം ചെയ്തിരുന്നു എന്ന് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഭഗവാന്റെ സേവനത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ടും മറന്ന് ഭൗതിക ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. അതാണ് അജ്ഞാനത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം ആളുകൾ കണ്ണു കാണാത്ത ആളുകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അചക്ഷുഷ ശ്രാന്തസ്യ കർമ്മസ്വനു വിദ്യയാകി. അങ്ങനെ അജ്ഞാനത്തിൽ ഭഗവാന് വേണ്ടി അല്ലാതെ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവർ വളരെയധികം തളർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശ്രാന്തസ്യ. കാരണം ഭൗതിക പ്രവർത്തനങ്ങളൊന്നും നമ്മൾക്കൊരിക്കലും സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ നൽകുന്നതല്ല. എത്ര ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മൾക്ക് അസംതൃപ്തിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവർ ശാരീരികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയും മനസ്സിന് വേണ്ടിയും പ്രവർത്തിച്ച് തളർന്നു പോയിരിക്കുകയാണ് എന്ന് പറയും. ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനം അങ്ങനെയാണ്. ജീവാത്മാവിന്റെ ഊർജത്തിനെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. പ്രകൃതി സ്ഥാനി കർഷതി എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. പ്രകൃതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ജീവാത്മാവിന് ഒരിക്കലും തൃപ്തി കിട്ടുന്നില്ല. അത് നിരാശ ബാധിച്ച് തളർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നു. ശ്രാന്തസ്യ കർമ്മസ്വനുവിദ്യയാധിയ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നറിയാത്ത ആ ഭൗതികമായിട്ടുള്ള പ്രവർത്തനം അവരെ തളർത്തിയിരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ പ്രത്യേകിച്ചും, അവർ ആ അന്ധകാരത്തിൽ തളർന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ അന്ധകാരത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തണമെന്നാണ് ദേവഹൂതിയുടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഭഗവാനെ ത്വമാവീര വിരാസി കില യോഗഭാസ്കര, യോഗഭാസ്കര എന്നാണ് ഇവിടെ ദേവഹൂതി വിശേഷിപ്പിക്കുന്നത്. യോഗഭാസ്കരൻ. സൂര്യൻ ഉദിക്കുന്നത്, ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ഇരുട്ടെല്ലാം ഇല്ലാതാകും. എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അവരുടെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് ജാഗ്രതയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും സൂര്യൻ ഉദിക്കുന്നതോടുകൂടി. അതേപോലെ ജീവജാലങ്ങളുടെ അജ്ഞാനം ഇല്ലാതാക്കി, ഏതുപോലെ സൂര്യൻ ഇരുട്ടിനെ ഇല്ലാതാക്കി പകൽ കൊണ്ടുവന്ന് ജീവജാലങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു, അതുപോലെ ഭഗവാൻ എല്ലാ ജീവജാലങ്ങൾക്കും ജ്ഞാനം നൽകി, ജ്ഞാനത്തിന്റെ പ്രകാശം നൽകി, അവരുടെ ഹൃദയത്തിലുള്ള ഇരുട്ടിനെ ഇല്ലാതാക്കി അവരെ ശരിയായ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണമെന്നാണ് ദേവഹൂതി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ഭഗവാനെ യോഗ ഭാസ്കരൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. ആ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം. ഭഗവാന്റെ സഹായത്താൽ മാത്രമേ ആ ജ്ഞാനം അവർക്ക് ലഭിക്കുകയുള്ളൂ. ആ ജ്ഞാനം നൽകുന്ന ഭഗവാനെ ഇവിടെ ദേവഹൂതി യോഗ ഭാസ്കരൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാവർക്കും ആ ജ്ഞാനം പകർന്നു നൽകണമെന്നാണ് ദേവഹൂതി ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവർ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിൽ മുഴുകി വീണ്ടും നിരാശ ബാധിച്ച് തളർന്ന് വീണ്ടും അവർ ഇരുട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, അജ്ഞാനത്തിൽ തന്നെ കഴിയേണ്ടി വരുമെന്നാണ് ദേവഹൂതി പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് ദേവഹൂതി ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. ആ ദേവഹൂതിയുടെ ചോദ്യം കേട്ട സമയത്ത് ഭഗവാന് വളരെ അധികം സന്തുഷ്ടിയായി, ഭഗവാന് തൃപ്തിയായി എന്ന് പറയുന്നുണ്ട് മൈത്രേയ മഹർഷി. ഇതീർ മാധുർവചശ്ലഷ്ണം പ്രതിനന്ദ്യ മഹാമുനി ആപഭാഷേ കുരുശ്രേഷ്ഠ പ്രീതസ്ഥാം കരുണാർദിത. പ്രീതസ്ഥാം, ആ ദേവഹൂതിയോട് കപില ഭഗവാൻ സന്തുഷ്ടനായിക്കൊണ്ട് പ്രതിനന്ദ്യ, തിരിച്ചു പറയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയും. എന്തുകൊണ്ടാണ് പ്രീതനായത് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ദേവഹൂതിയുടെ ചോദ്യം സ്വന്തം ജ്ഞാനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല,
സ്വയം ജ്ഞാനമാർജിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നില്ല, എല്ലാവരുടെയും മോചനത്തിന് വേണ്ടി, എല്ലാവർക്കും ജ്ഞാനം ലഭിക്കണം, എല്ലാവരും ഭഗവാന്റെ സേവനത്തിലേക്ക് വരണം എന്നുള്ള എല്ലാ ജീവജാലങ്ങളോടുമുള്ള കാരുണ്യം ദേവഹൂതിക്കുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരോട് ഭഗവാന് കൂടുതൽ തൃപ്തിയാണ് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം മോക്ഷത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നതായിട്ട് ഇവിടെ ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ അത് പ്രഖ്യാപിക്കുന്നുണ്ട് ഭഗവാൻ. ഭഗവത്ഗീതയുടെ അവസാനത്തിൽ ഈ ഭഗവത്ഗീത ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എല്ലാവർക്കും എത്തിക്കുന്ന സേവകന്മാരാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേപോലെ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എല്ലാവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ദേവഹൂതിയോടും ഭഗവാന് വളരെയധികം പ്രീതിയുണ്ടായി എന്നിവിടെ പറയുന്നു. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച ഭക്തിയോഗോ ബഹുവിധോ മാർഗേ ഭാമിനി ഭാവ്യത്തെ സ്വഭാവ ഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യത്തെ. ഭക്തിയോഗത്തിന്റെ വ്യത്യസ്ത നിലവാരങ്ങളെ കുറിച്ച് ദേവഹൂതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നു, ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർ ഭാമിനി ഭാവ്യത. ഭക്തിയോഗത്തിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. മാത്രമല്ല അത് ആ ഭക്തി ചെയ്യുന്ന വ്യക്തിയുടെ യോഗ്യതകൾക്കനുസരിച്ച് ആ ഭക്തിയോഗത്തിന്റെ നിലവാരം വ്യത്യസ്തമായിരിക്കുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ ശുദ്ധമായിട്ടുള്ള ഭക്തി. പക്ഷെ അത് ചെയ്യുന്ന വ്യക്തിയുടെ യോഗ്യതയനുസരിച്ച് ആ ഭക്തിയുടെ നിലവാരം വ്യത്യസ്തമായിരിക്കും. ശുദ്ധമായിട്ടുള്ള ഭക്തിയോഗത്തിൽ അത് ചെയ്യുന്ന വ്യക്തിക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല, ഭഗവാനിൽ നിന്നൊന്നും നേടാനില്ല. ആ ഭക്തി സേവനം ചെയ്യുന്നതിൽ തന്നെ ആ ഭക്തൻ സന്തുഷ്ടനാണ്. അതുകൊണ്ട് മറ്റൊരാഗ്രഹവും ഭക്തനില്ല. അങ്ങനെ മറ്റൊരാഗ്രഹമില്ലാതെ ചെയ്യുന്ന സേവനമാണ് ശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ സേവനം. പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആ ഒരു നിലവാരത്തിൽ എത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എല്ലാവരും ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങളാൽ ബാധിതരാണ്. അതുകൊണ്ട് ആ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് ഭക്തി വ്യത്യസ്ത നിലവാരത്തിലുള്ളതായിട്ട് മാറും, ചെയ്യുന്നവന്റെ യോഗ്യത അനുസരിച്ച്. തമോ ഗുണത്തിലുള്ള ഭാവത്തോടു കൂടെ ചെയ്യുന്ന സമയത്ത് അത് തമോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ ചെയ്യുന്നതിനനുസരിച്ച് രജോ ഗുണത്തിലേക്കും, സാത്വിക ഭാവത്തിൽ ചെയ്യുന്നതിനനുസരിച്ച് സാത്വിക ഗുണത്തിലേക്കും ആ ഭക്തിയുടെ നിലവാരം താഴ്ന്നു പോകുന്നുണ്ട്. ആ വ്യത്യസ്ത നിലവാരത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. എന്താണ് തമോ ഗുണത്തിലുള്ള ഭക്തി, എന്താണ് രജോ ഗുണത്തിലുള്ള ഭക്തി, എന്താണ് സാത്വിക ഗുണത്തിലുള്ള ഭക്തി, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ജപിച്ചോളൂ മാതാജി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ